പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഉഴുന്നുവടേൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഇത് കുട്ടി കുട്ടി ഉഴുന്നുവടയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള, കേട്ടില്ലേ സൗണ്ട് കേട്ടില്ലേ? അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് കേട്ടോ. പുറത്ത് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് രണ്ടും ഓവർനൈറ്റ് കുതിർത്തെടുക്കണമെങ്കിൽ അങ്ങനെ കുതിർത്തെടുക്കുക. അതല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂർ നന്നായി കുതിർത്തെടുത്തതാണ് കേട്ടോ. അങ്ങനെയും വേണമെങ്കിൽ കുതിർത്തെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇനി ഇത് രണ്ടും കൂടെ ഒരു ഗ്രൈൻഡറിലിട്ടിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഗ്രൈൻഡ് ചെയ്തെടുക്കണം, മഷി പോലെ വരണം കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ ഉണ്ടാവും, അരയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. അത്ര മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കൂടുതലായി പോകണ്ട. അപ്പോൾ നല്ല ലൂസായി പോവും മാവ്. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിക്കാണ് കിട്ടേണ്ടത് കേട്ടോ. വെള്ളം ഓവറായി പോയാൽ പിന്നെ അത് ഒന്നിനും പറ്റില്ല. അത് ഉഴുന്നുവടൻ്റെ ഇതന്നെ പോവും. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഏറിപ്പോണ്ട, നല്ല കട്ടിക്ക് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് 1 ഉള്ളി, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ചധികം കറിവേപ്പില. അത് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക്. ഞാനിപ്പോൾ അത് എല്ലാം കൂടിയിട്ട് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ ഇങ്ങനെ ചെറുതാക്കിയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച മാവുണ്ടല്ലോ, ഉഴുന്നും അരിയും കൂടി അരച്ച് വെച്ച മാവിലേക്ക് ഈ ചോപ്പ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 നുള്ള് കായത്തിൻ്റെ പൊടി, പിന്നെ 1 നുള്ള് ഇട്ട് കൊടുത്താൽ മതി, ഓവറായി പോണ്ട. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല കേട്ടോ, അരക്കുമ്പോഴും ചേർത്തിട്ടില്ല, ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണോ ടേബിൾ സ്പൂണോ ഓരോരുത്തരെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിലേക്ക് വേണ്ടത്. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കണം. കാര്യം നമ്മൾ കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഫെർമെൻ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒന്ന് പൊങ്ങി വരണം. നമ്മൾ കുറച്ച് നേരം കൂടി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കും, ഒന്ന് ചെറുതായിട്ടൊന്ന് പുളിപ്പ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി മാറ്റി വെക്കുമ്പോൾ പെട്ടെന്ന് ഫെർമെൻ്റായിട്ട് വരാൻ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 2 മണിക്കൂർ എങ്ങാനും വെക്കുക. ഓരോരുത്തരുടെ സമയത്തിൻ്റെ ഇതിനനുസരിച്ചിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെള്ളം തടവിയിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് നടുവിലൊരു ഹോൾസ് ഇട്ടിട്ട് അങ്ങനെ ഉഴുന്നുവടൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ആകെ 4 എണ്ണം മാത്രമേ അങ്ങനെ ചുട്ടെടുക്കുന്നുള്ളൂ. വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉഴുന്നുവടൻ്റെ ഷേപ്പിൽ അങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നേ ഉള്ളൂ. 4 എണ്ണം മാത്രം ഞാൻ അങ്ങനെ ചുട്ടെടുക്കുന്നുള്ളൂ. അത് ഒരു സൈഡ് ഗോൾഡൻ കളർ ആവുമ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡും ഇതുപോലെ ഗോൾഡൻ കളർ ആവുമ്പോൾ അത് കോരിയെടുക്കുക കേട്ടോ എണ്ണയിൽ. ഇനിയിപ്പോൾ ഞാൻ ഈ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. കുട്ടി കുട്ടി ബോൾസ് ആക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് സ്പൂണ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ തവണ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് സ്പൂണ് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം പിന്നെ അടുത്തത് കോരിയെടുക്കാൻ മാവ്. അതല്ലെങ്കിൽ സ്പൂണുമ്മൽ ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഓരോ പ്രാവശ്യം ഇട്ട് കൊടുത്താലും അത് സ്പൂണ് വെള്ളത്തിൽ മുക്കണം. അത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് 2 വശവും ഗോൾഡൻ കളർ ആവുമ്പോൾ കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ ക്യൂട്ടായിട്ടുള്ള ബോൾസ്
ഇങ്ങനെ കാണുമ്പോൾ കുട്ടികൾക്കെല്ലാം കഴിക്കാനും തോന്നും. പിന്നെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ വെച്ച് പരത്തി ഹോൾസ് ഉണ്ടാക്കി എന്നിട്ട് അതിലിട്ട്, അപ്പോൾ അതിനേക്കാളൊക്കെ എളുപ്പം നമുക്ക് സ്പൂൺ വെച്ച് ചെയ്യുന്നതാണ്. നല്ല ക്രിസ്പിയാണ്, ടെക്സ്ചറിലും മാറ്റമില്ല, ടേസ്റ്റിലും മാറ്റമില്ല. ഉഴുന്നുവടൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു. ബൈ ബൈ.